ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വളരെ വിഷമത്തിലായിരിക്കും, അങ്ങനെ പാനിക്കായിട്ടിരിക്കുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റി ഫ്രൈഡേ ഒരു 95 പോയിന്റ് അഥവാ 0.40% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അതിഗംഭീര നെഗറ്റീവ് സെന്റിമെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1.55% അഥവാ 769 പോയിന്റിന്റെ അടുത്ത് ഫോൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുതുമല്ലാതെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആയാലും 1.5% അടുത്ത് ഫോൾ ആയിട്ടുണ്ട്. സെൻസെക്സും 0.31% ഫോൾ ആയിട്ടുണ്ട്. ഫിനാൻസ് സെക്ടറും 1.29% ഫോൾ ആയിട്ടുണ്ട്. ഇന്നലെ ഐ ടി സെക്ടർ മാത്രം പോസിറ്റീവ്ലി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പോസിറ്റീവ് സെന്റിമെന്റ് കാണിച്ചിട്ടുണ്ട്. ഐ ടി സെക്ടർ ഇന്നലെ മാത്രം ഒരു 3.44%, അതായത് ഒരു 3.5% അടുത്ത് അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ടി സെക്ടർ നല്ല രീതിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. മീഡിയ സെക്ടറും 3.5% ഫോളോ ആയിട്ടുണ്ട്. റിയാലിറ്റി സെക്ടറും 2.77% ഫോളോ ആയിട്ടുണ്ട്. ഓട്ടോ സെക്ടറും 1.27% ഫോളോ ആയിട്ടുണ്ട്. എനർജി സെക്ടറും 2.04% ഫോളോ ആയിട്ടുണ്ട്. ഫാർമ സെക്ടറും 2.13% ഫോളോ ആയിട്ടുണ്ട്. FMCG സെക്ടറും 0.66% ഫോളോ ആയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഫോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം FMCG സെക്ടറിൽ. പിന്നെ PSU ബാങ്കിന്റെ സെക്ടറിലും 2.72% ഫോളോ ആയിട്ടുണ്ട്. മറ്റുള്ള സെക്ടറിലും 1.62% ഫോളോ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു എല്ലാ സെക്ടറും നെഗറ്റീവിലാണ്. ഐ ടി സെക്ടർ മാത്രം 3.44% അതിഗംഭീര റാലി, അതായത് 1483 പോയിന്റ് റാലി നടത്തിയിട്ടുണ്ട് ഐ ടി സെക്ടർ. അത് കാരണം കൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി ഒരു 1.5% വീണിട്ട്, ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു 1.5% വീണിട്ട് പോലും നമ്മുടെ നിഫ്റ്റി കാര്യമായിട്ട് വീണില്ല. ഒരു 0.5% താഴെ മാത്രമേ വീണുള്ളൂ. ബാങ്ക് നിഫ്റ്റി 1.5% വീഴുന്ന സമയത്ത് അതിന്റെ കാരണം ഈ ഐ ടി സെക്ടർ ഗംഭീര റാലി നടത്തിയ കാരണമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ചയിലേക്ക് ഈ ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. അതിനുശേഷം ഞാൻ അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയ ലെവൽസ് പറയാം. ഗ്ലോബൽ മാർക്കറ്റ് മേജർ ഇൻഡെക്സുകളായിട്ടുള്ള 7 മാർക്കറ്റുകളും ഇപ്പൊ നിലവിൽ നല്ല നെഗറ്റീവ് സെന്റിമെന്റ് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാസ്ഡാക്ക് 1.57% ലോസിലാണ്. ഡോ ജോൺസും 1.40% ലോസിലാണ്. S&P 500ഉം 1.54% നെഗറ്റീവ് തന്നെയാണ്. നിക്കി മാർക്കറ്റ് 1.05% നെഗറ്റീവിലാണ്. ഫഡ്സ് 0.76% ലോസിലാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.50, ഒരു 0.5% നെഗറ്റീവ് തന്നെയാണ്. CAC 14 ഫ്രാൻസ് മാർക്കറ്റും 0.79% നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ മേജർ ആയിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റുകൾ അമേരിക്കൻ മാർക്കറ്റുകളായാലും യൂറോപ്യൻ മാർക്കറ്റ്സ് ആയാലും നെഗറ്റീവ് സെന്റിമെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ റീസൺ എന്താ നമുക്കറിയില്ല. റീസൺ എന്ത് തന്നെ ആയാലും നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ റെഡിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിഗംഭീരമായ രീതിയിൽ റെഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ആഴ്ച നെഗറ്റീവിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെവൽസ് 24,400 കടന്നു കഴിഞ്ഞാൽ ബുൾസ്നെസ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നിന്നില്ല. അതിഗംഭീര ഫോളാണ് പിന്നെ അവിടെ നിന്ന് തിങ്കളാഴ്ച തൊട്ട് കിട്ടിയത്. ഈ ആഴ്ച 5 ദിവസം താഴത്തേക്ക് തന്നെയാണ് ക്ലോസിംഗ് നടത്തിയത്. അപ്പോ ഹോൾഡിങ്സിൽ ഇപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ തിരക്കിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് നിങ്ങൾ വീണ്ടും പൈസ കൊടുത്ത് ആവറേജ് ചെയ്യുന്നതിന് എനിക്ക് അഭിപ്രായം ഇല്ല. നിഫ്റ്റി കുറച്ചുകൂടി താഴോട്ട് വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്ത മാതിരി ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് അക്യുമുലേഷൻ നടത്തിയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ കുറെ അക്യുമുലേഷൻ നടത്തിയിട്ട് ഉപകാരത്തിലേക്ക് ആവില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയ ലെവൽസ് എന്ന് പറയാനുള്ളത് 23,250 അതായത് കഴിഞ്ഞ വർഷം നവംബർ മാസം 21-ാം തീയതി ഉണ്ടാക്കിയ സപ്പോർട്ടാണ് 23,250. ആ 23,250 സപ്പോർട്ട് എടുക്കുന്ന പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം 23,000 അടുത്ത സപ്പോർട്ടാണ്. മേജർ സപ്പോർട്ട് 22,800. 22,800 തീർച്ചയായിട്ടും സപ്പോർട്ട് എടുക്കും. അതിനും കൂടുതൽ വീക്ക്നെസ് വരേണ്ട ആവശ്യം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ താഴോട്ട് പോകേണ്ട ആവശ്യം മാർക്കറ്റ് ഇപ്പം നിലവിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല.
മുകളിലേക്ക് പോകാനായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് 23,700 23,800 റേഞ്ചുകളാണ്. 23,700 23,800 റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ആയി ഞാൻ ഒരിക്കലും പറയില്ല. ബുള്ളിഷ്നെസ് ആവണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ലെവൽസ് ഉണ്ട്. പക്ഷെ ഒരു 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 കൺസോൾട്ടേഷൻ ഫീൽ കിട്ടണമെങ്കിൽ 23,700 23,800 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയാൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റോട് കൂടിയിട്ടുള്ള കൺസോൾട്ടേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ 23,700 കഴിഞ്ഞ ഉടനടി എല്ലാവരും ചാടി കയറ്റി ബൈ എടുക്കാൻ ഞാൻ പറയില്ല, സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറയില്ല. ഒരു കൺസോൾട്ടേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. താഴോട്ട് അധികം പോകേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ അനാലിസിസ് മാത്രമാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനായി ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കാണുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഏകദേശം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.